വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാൻ വഴിയൊരുക്കിയത് വി.എം. സുധീരന്റെ ഇടപെടൽ. രാഹുൽ ഗാന്ധിയുമായി നടന്നത് നിർണായക കൂടിക്കാഴ്ച. സതീശനെതിരെ ആസൂത്രിത പ്രചാരണത്തിൽ ഹൈക്കമാൻഡിൽ സുധീരന്റെ ശക്തമായ നിലപാട്. ജനവികാരം മാനിക്കണം, സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ലീഗ് വാദവും ഫലം കണ്ടു. സതീശന് പിന്തുണയുമായി എ.കെ. ആന്റണിയും എത്തി. കോൺഗ്രസിൽ നടന്നത് നിർണായക ചർച്ചകൾ. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും ഹൈക്കമാൻഡ് തലത്തിലുള്ള ശക്തമായ ചർച്ചകൾക്കും ഒടുവിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യം രൂപപ്പെട്ടതിനു പിന്നിൽ നിർണായക പങ്കുവഹിച്ചത് മുൻ കെ.പി.സി.സി. പ്രസിഡന്റ് വി.എം. സുധീരൻ നടത്തിയ ഇടപെടലാണെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ ശക്തമാകുന്നത്. രാഹുൽ ഗാന്ധിയുമായി ഡൽഹിയിൽ നടത്തിയ 2 മണിക്കൂർ നീണ്ട നിർണായക കൂടിക്കാഴ്ചയാണ് അന്തിമ തീരുമാനത്തെ സ്വാധീനിച്ചതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സതീശനെതിരെ ചില നേതാക്കൾ തെറ്റായ രാഷ്ട്രീയ വിലയിരുത്തലുകൾ രാഹുൽ ഗാന്ധിക്ക് മുൻപിൽ അവതരിപ്പിച്ചിരുന്നുവെന്നും സമൂഹ മാധ്യമങ്ങളിലെ പിന്തുണ കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന തരത്തിൽ പ്രചരണം നടന്നുവെന്നും സുധീരൻ ശക്തമായി എതിർത്തതായാണ് സൂചന. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ വലിയൊരു ജനവിഭാഗം സതീശനെ മുഖ്യമന്ത്രിയായി ആഗ്രഹിക്കുന്നുവെന്നും അതിന് വിരുദ്ധമായ തീരുമാനം കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മതേതര മുഖമായി മാറിയ നേതാവാണ് സതീശനെന്ന് സുധീരൻ രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തിയതായും അറിയുന്നു. വർഗീയ പ്രസ്താവനകൾക്കും മതാധിഷ്ഠിത രാഷ്ട്രീയത്തിനുമെതിരെ സതീശൻ സ്വീകരിച്ച തുറന്ന നിലപാടുകൾ വിവിധ സമുദായങ്ങളിലുമുള്ള ജനപിന്തുണ വർദ്ധിപ്പിച്ചുവെന്ന വിലയിരുത്തലും അദ്ദേഹം മുന്നോട്ട് വെച്ചു. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നു മാത്രമല്ല, പൊതുസമൂഹത്തിനിടയിലും സതീശന് വലിയ സ്വീകാര്യതയുണ്ടെന്ന് സുധീരൻ ചൂണ്ടിക്കാട്ടിയതായാണ് വിവരം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളിൽ കേരളത്തിലെ യഥാർത്ഥ രാഷ്ട്രീയ സാഹചര്യം വിശദമായി അവതരിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സുധീരനുമായി ഏറെ നേരം ആശയവിനിമയം നടത്തിയതെന്നുമാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. നിരവധി സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും സുധീരൻ വ്യക്തമായ മറുപടികൾ നൽകിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടെ സതീശനെതിരായി ചില മലയാള ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നടന്നത് ആസൂത്രിത പ്രചരണമാണെന്നും സുധീരൻ ആരോപിച്ചതായാണ് വിവരം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സതീശനെ പിന്തുണച്ച് നടന്ന പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമല്ല, മറിച്ച് സാധാരണ പ്രവർത്തകരുടെ യഥാർത്ഥ വികാര പ്രകടനങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സതീശനെ ഒഴിവാക്കി മറ്റാരെയെങ്കിലും മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനു മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാഷ്ട്രീയ വിശ്വാസ്യതയ്ക്കും തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പും സുധീരൻ നൽകിയതായാണ് റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചെത്തിയ MLA-മാരെ മറികടന്ന് മത്സരിക്കാത്ത ഒരു MP-യെ മുഖ്യമന്ത്രിയാക്കുന്നത് യുക്തിസഹമല്ലെന്ന നിലപാടും അദ്ദേഹം ശക്തമായി ഉന്നയിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയും സമാന അഭിപ്രായമാണ് രാഹുൽ ഗാന്ധിയോട് പങ്കുവച്ചതെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ജനവിധി നേടിയെത്തിയ നിയമസഭാംഗങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന വാദം ഹൈക്കമാൻഡിൽ ശക്തമായി ഉയർന്നതായാണ് വിലയിരുത്തൽ. ഇതിനൊപ്പം തന്നെ UDF-ലെ പ്രധാന ഘടകകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വവും സതീശന് പിന്തുണ അറിയിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. സോണിയാഗാന്ധി ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാട് ലീഗ് വ്യക്തമാക്കിയതെന്നാണ് വിവരം. സംസ്ഥാനത്ത് ഉപതിരഞ്ഞെടുപ്പ് ഒഴിവാക്കണമെന്നും ജനവികാരം മാനിക്കണമെന്നും ലീഗ് നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. മുഖ്യമന്ത്രി ചർച്ച നീളുന്നതിനിടെ പാണക്കാട് ലീഗ് അടിയന്തര യോഗവും ചേർന്നിരുന്നു. കോൺഗ്രസിന്റെ തീരുമാനം വന്നാൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടും മന്ത്രിസഭാ ഘടനയുമൊക്കെയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ. തീരുമാനത്തിൽ ഇനിയും വൈകുന്നത് അണികളിൽ അതൃപ്തി സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പും ലീഗ് നേതാക്കൾ ഉയർത്തിയിരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങളും മുഖ്യമന്ത്രി ആരായാലും പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വൈകിയെങ്കിലും ജനങ്ങൾക്ക് സ്വീകാര്യനായ നേതാവാണ് വരേണ്ടതെന്ന സന്ദേശവും അദ്ദേഹം നൽകി. അവസാനം ഡൽഹിയിലെ നിർണായക ചർച്ചകൾക്കും ആഭ്യന്തര സമ്മർദ്ദങ്ങൾക്കുമൊടുവിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വന്നതോടെയാണ് ദിവസങ്ങളായുള്ള അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമായത്.
കേരള കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയ ദിശയെ പോലും സ്വാധീനിക്കാവുന്ന തീരുമാനമായാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.